വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ലേൺ എക്കണോമിയ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഓഫ് 2026. അപ്പോൾ വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഓഫ് 2026 എന്ന് നമ്മൾ പറയുമ്പോൾ ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. എന്തുകൊണ്ടാണ്? അതായത് ലോകത്തിലെ ആൾക്കാരുടെ ഹാപ്പിനെസ്സിനെ പറ്റിയിട്ട്, അവരുടെ വെൽ ബീയിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ വെൽ ബീയിങ് ഓഫ് പീപ്പിൾ അല്ലെ. അപ്പൊ നമ്മൾ ഗ്രോത്തിനെ പറ്റി, ഡെവലപ്മെന്റിനെ പറ്റി ഒക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണോ, ആൾക്കാർക്ക് സന്തോഷമുണ്ടോ ഇത്. അപ്പോ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള, അതായത് 2026 റിലീസ് ചെയ്തിട്ടുള്ള വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ദിസ് വുഡ് ബി ഹാമിങ് ദ യങ് പീപ്പിൾ. അതായത് യങ് പീപ്പിളിന്റെ വെൽബീയിങ്ങിനെ സോഷ്യൽ മീഡിയയുടെ ഒരു പരിധിയിൽ കവിഞ്ഞുള്ള യൂസ് ഹാം ചെയ്യുന്നതായിട്ടാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺട്രീനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല പറയുന്നത്. ഇൻസ്റ്റെഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് വി കുഡ് ഫൈൻഡ് ഇൻ മൾട്ടിപ്പിൾ നേഷൻസ്. ഇതാണ് UN ബാക്ക്ഡ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026ന്റെ മേജർ ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. എന്താണ് ഈ റിപ്പോർട്ട്, എന്തൊക്കെ പാരാമീറ്റേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഈ റിപ്പോർട്ട് വരുന്നത്, ഇത് എത്ര വർഷത്തെ ഇടവേളയാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ പബ്ലിക്കേഷൻ എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. സോ this is identified to be the world's foremost publication of global well-being. ആൾക്കാരുടെ ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ ആൾക്കാരുടെ വെൽബീയിങ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിന്റെ ബേസിസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് റിപ്പോർട്ടാണ് ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് എന്താണ്, അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്താൽ ഈ ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ പറയുന്നത്. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു കൺസിഡർ ഹിയർ ഇസ് ദിസ് ഇസ് എൻ ആനുവൽ റിപ്പോർട്ട്. ആനുവൽ റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ദിസ് ഇസ് സംതിങ് ദാറ്റ് വി കുഡ് ഫൈൻഡ് എവറി ഇയർ. അപ്പൊ എല്ലാ വർഷവും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിന്റെ അപ്ഡേറ്റഡ് വേർഷൻ കിട്ടുന്നു. അതായത് എല്ലാ വർഷവും ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ആരാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് പഠിക്കണ്ടേ. So the report is being published by University of Oxford Wellbeing Research Center. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിന്റെ വെൽബീയിങ് റിസർച്ച് സെന്റർ ആണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഡൺ ഇൻ പാർട്ണർഷിപ്പ് വിത്ത് സംതിങ് കോൾഡ് ഗാലപ്പ്. ഗാലപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ദിസ് ഇസ് UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക്. അപ്പോൾ ഈ രണ്ട് ബോഡീസിന്റെ പാർട്ണർഷിപ്പിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ബീങ് പബ്ലിഷ് എവറി ഇയർ. ദിസ് ഇസ് എൻ ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ട, ഇനിയിപ്പോൾ അടുത്ത റിപ്പോർട്ട് വരാനായിട്ട് അടുത്ത വർഷം തന്നെ അടുത്ത റിപ്പോർട്ട് വരും, അടുത്ത വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് വരും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു റിപ്പോർട്ടിന്റെ സെനാറിയോയിൽ നിന്നും എന്ത് മാറ്റമാണ് അടുത്ത വർഷം വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, നൗ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ആൾക്കാരുടെ വെൽബീയിങ് അസസ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ വാട്ട് വി കുഡ് ഫൈൻഡ് ഇസ് ദാറ്റ് ദിസ് വുഡ് ബി ആസ്കിങ് പീപ്പിൾ ടു റേറ്റ് ദെയർ ലൈഫ്. ആൾക്കാരോട് പറയാണ് അവരുടെ ലൈഫിനെ ഒന്ന് റേറ്റ് ചെയ്യൂ. അപ്പൊ വെറുതെ റേറ്റ് ചെയ്യാനല്ല പറയുന്നത്, ഡെഫിനറ്റ്ലി ഇവർ കുറെ പാരാമീറ്റേഴ്സ് ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ ഇന്ന് പഠിക്കും. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിന്റെ ഒക്കെ ബേസിസിൽ ആൾക്കാർക്ക് ഒരു 0 to 10 പോയിന്റ് സ്കെയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വേഴ്സ്റ്റ്, ഒരു ബാഡ് സെനാറിയോ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബീങ് റെപ്രസെന്റഡ് ബൈ ദ നമ്പർ 10. അപ്പോൾ ഒരാള് ഈ കൊടുത്തിരിക്കുന്ന പാരാമീറ്ററിൽ ഏതെങ്കിലും 10 കൊടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പെർട്ടിക്കുലർ പാരാമീറ്റർ അദ്ദേഹത്തിന്റെ ലൈഫിനെ അദ്ദേഹം വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെൽബീയിങ്ങിനെ അദ്ദേഹം റേറ്റ് ചെയ്യുന്നത് ബൈ ഗിവിംഗ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ, ദാറ്റ് ഈസ് 10 എന്നുള്ളതാണ്. So normally what happens is that people would be rating their life by taking some value which will be falling between 0 and 10 എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ബേസിസിൽ, ഇങ്ങനെയുള്ള റേറ്റിംഗിന്റെ ബേസിസിലാണ് നമ്മൾ രാജ്യങ്ങളെ വാല്യൂ ചെയ്യുന്നത്, റാങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. Rather than valuing, we are talking about ranking the nations.
ഓക്കെ, അപ്പൊ ആൾക്കാരുടെ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാർ അവരുടെ ആൻസേഴ്സ് റേറ്റിംഗിന്റെ ഫോമിൽ തരുന്നു. അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പല രാജ്യങ്ങളെ ഇവിടെ റേറ്റ് ചെയ്യുന്നു, അതായത് റാങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഏകദേശം ഒരു 140+ നേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അപ്പൊ 2026 ഒക്കെ വരുമ്പോഴേക്കും നോർമലി 140 നേഷൻസ് പ്ലസ് അതർ ടെറിട്ടറീസ് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും 2026 വരുമ്പോഴേക്കും മോർ ദാൻ 140 നേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിനെപ്പറ്റി അഗൈൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആസ്പെക്ട് നമ്മളിവിടെ കവർ ചെയ്യും. ഓക്കെ, അപ്പോ കമ്മിങ് ടു ദ ഫാക്ടേഴ്സ് ദാറ്റ് വി ഹാവ് ടു കൺസിഡർ ഫോർ ഇവാലുവേറ്റിംഗ് ദ ഇൻഡെക്സ് ആസ്പെക്ട്. ഇൻഡെക്സ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, അതെങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. ഇവിടെ കുറെ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം, കുറെ പാരാമീറ്റേഴ്സിനെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് ഈ പാരാമീറ്റേഴ്സ്, എന്തിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ആക്ച്വലി റെഡിയാക്കി എടുക്കുന്നത്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് എന്ന് നമ്മൾ നോക്കട്ടെ. ഫസ്റ്റ് ആസ്പെക്ട് that we have is GDP per capita, gross domestic product per capita. ഇതാണ് നമ്മൾ എടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതൊരു നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്രോത്ത് കോമ്പണന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? രാജ്യം എത്രമാത്രം വളരുന്നുണ്ട്, രാജ്യത്തിന്റെ ഇൻകം എത്രയാണ് എന്നുള്ള ഒരു കേസൊക്കെ നമുക്ക് ഈ ഒരു GDP എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്, വി ഹാവ് ദ ലൈഫ് എക്സ്പെക്ടൻസി. ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചാൽ എന്താണ്? Average number of years a person is expected to live. അതായത് ഒരു വർഷം എന്തോരം ആൾക്കാർ മരിക്കുന്നുണ്ട്, ഒരു വർഷം എന്തോരം ആൾക്കാർ ജനിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും നമ്മൾ ഒരു രാജ്യത്തിന്റെ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലെ പോപ്പുലേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു രാജ്യത്തിന്റെ ഹെൽത്തി പോപ്പുലേഷനെ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് ഈ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് എ പേഴ്സൺ ഈസ് എക്സ്പെക്ടഡ് ടു ലിവ്. ഒരാള് ഇന്ന പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺ ദ ആവറേജ് അയാൾക്ക് ഇനി എത്ര കാലം കൂടി ജീവിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് ഡസന്റ് മീൻ നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഒരു ഡ്യൂറേഷനെ പ്രെഡിക്റ്റ് ചെയ്യല്ല. ഇനി ഇയാൾക്ക് ഇത്ര വയസ്സുള്ളത് കൊണ്ട് ഇയാൾ ഇത്ര വയസ്സിൽ മരിക്കും എന്ന് നമ്മൾ പറയുന്നതല്ല, അങ്ങനെയല്ല പറയുന്നത്. ഇൻസ്റ്റെഡ് വാട്ട് വി കൺസിഡർ ഹിയർ ഇസ് സംതിങ് ബേസ്ഡ് ഓൺ ആവറേജസിന്റെ ബേസിലാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി. അപ്പൊ ഒരു ലോങ്ങർ ലൈഫ് സ്പാൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഇക്കോണമിയിൽ ഗവൺമെന്റ് നല്ല രീതിയിലുള്ള വാക്സിനേഷൻ പ്രോഗ്രാംസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പല രീതിയിലുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ ലോങ് ലിവിങ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു ലോങ്ങർ ലൈഫ് സ്പാൻ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അഗൈൻ ദാറ്റ് ഷോസ് സം ആസ്പെക്ട് റിലേറ്റഡ് ടു ഡെവലപ്മെന്റ്, അല്ലെ? Now we talk about something called social support. ഇവിടെ societal supportനെ പറ്റിയിട്ടാണ് പറയുന്നത്. Then we have some other factor called freedom to make life choices. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം ഉണ്ടോ, or whether our decision is being actually forced by somebody. വേറെ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണോ നമ്മളൊരു ചോയ്സ് എടുക്കുന്നത്, ഓർ നമ്മുടെ മനസ്സ് പറയുന്നത് പോലെ നമുക്കൊരു ചോയ്സ് എടുക്കാനുള്ള ഫ്രീഡം ഉണ്ടോ? സോ ദിസ് ഇസ് വാട്ട് വി കൺസിഡർ ഹിയർ. ദെൻ വി ഹാവ് ജനറോസിറ്റി. ദെൻ വി ഹാവ് സംതിങ് കോൾഡ് ദ പെർസെപ്ഷൻ ഓഫ് കറപ്ഷൻ. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഹാപ്പിനെസ് റിപ്പോർട്ടിനെ ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. Now, coming to the highlights of the World Happiness Report. ഇപ്പൊ നമ്മൾ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിന്റെ കേസ് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ കമ്പയറിംഗ് നേഷൻസ്, അല്ലെ? കമ്പയറിംഗ് നേഷൻസ്, പല രാജ്യങ്ങളെ കമ്പയർ ചെയ്യാണ്. അതായത് ഏറ്റവും കൂടുതൽ വെൽബീയിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ ഏത് രാജ്യത്താണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കുന്നു. ഏറ്റവും കുറവ് വെൽബീയിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെ നമ്മൾ നോക്കുന്നു. സോ ഇവിടുത്തെ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ വെൽബീയിങ് ഉള്ള ആൾക്കാരുടെ കേസ് നോക്കുമ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളെ നമുക്ക് ഹാപ്പിയസ്റ്റ് നേഷൻസ് എന്ന് വിളിച്ചുകൂടെ? സോ അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഫിൻലൻഡ്, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്, കോസ്റ്ററിക്ക, സ്വീഡൻ. ഇതിൽ ഫിൻലൻഡ് ആണെങ്കിൽ ആക്ച്വലി
ഒരുപാട് വർഷങ്ങളായിട്ട് ഫിൻലൻഡ് തന്നെയാണ് ഈ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. നമ്മുടെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഫസ്റ്റ് പൊസിഷൻ വേറെ ആർക്കും വിട്ടുകൊടുക്കാതെ ഫിൻലൻഡ് തന്നെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഇത് സാഡസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് വി ഡു ഹാവ് എ ലിസ്റ്റ് ഓഫ് അൺഹാപ്പി നേഷൻസ് ആസ് വെൽ. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് അഫ്ഗാനിസ്ഥാനെ കാണാൻ പറ്റും, സിംബാബ്വെ കാണാൻ പറ്റും, അങ്ങനെ കുറെ രാജ്യങ്ങളെ നമുക്ക് അൺഹാപ്പി നേഷൻസ് ആയിട്ട് കാണാൻ പറ്റും. കാരണം ഇവിടെ ഉള്ള ആൾക്കാരുടെ വെൽബീയിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് എന്നുള്ള രീതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നൗ കമ്മിങ് ടു ദ ഇന്ത്യസ് കേസ്. ഇന്ത്യയുടെ കേസാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം പല എക്സാംസിനും ഇന്ത്യയുടെ കേസ് ഫോക്കസ് ചെയ്തിട്ട് എസ്പെഷ്യലി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കേസ് നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. So coming to the case of India, the position of India was showing some improvement. അതായത് 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് നമ്മുടെ റാങ്ക് ആക്ച്വലി 126 ആയിരുന്നു. അവിടെ നിന്ന് 2025 ആയപ്പോഴേക്കും നമ്മുടെ പൊസിഷൻ മാറി 118 വന്നു. ഇനി സിൻസ് അവർ ഫോക്കസ് ഇസ് ആക്ച്വലി ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഓഫ് 2026, നമ്മൾ അവിടെ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യണം. ഇന്ത്യയുടെ പൊസിഷൻ 2026 എന്താണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദ പൊസിഷൻ ഓഫ് ഇന്ത്യ ഇൻ 2026 ഇൻ ദ കേസ് ഓഫ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഇസ് 116. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, 2025 118 ആയിരുന്നു. അവിടെ നിന്ന് 2026 ആയപ്പോഴേക്കും നമുക്ക് 116 എന്ന് പറയുന്ന പൊസിഷനിൽ വരാൻ പറ്റി. ഡെഫിനറ്റ്ലി ഇതൊരു ഇംപ്രൂവ്മെന്റ് തന്നെയാണ്, പക്ഷെ ഒരു അതിഭയങ്കരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു 2 പൊസിഷൻസിന്റെ മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ആൻ ഇംപ്രൂവ്മെന്റ് അല്ലെ. കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാർജിനൽ ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ ഇവിടെ പറ്റും. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ദ കേസ് ഓഫ് സോഷ്യൽ മീഡിയ. അതായത് നമ്മുടെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ യൂത്ത് പോപ്പുലേഷൻ ആക്ച്വലി അത് വളരെ ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി യൂത്ത് പോപ്പുലേഷൻ ആണ് അത്രയും ഒരു ഹാം ശരിക്കും കണ്ട് വന്നത് നമ്മുടെ ഈ ഒരു റിപ്പോർട്ടിൽ. പക്ഷെ അതിനർത്ഥം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതല്ല. ബിക്കോസ് വി ഹാവ് ടു യൂസ് സോഷ്യൽ മീഡിയ. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ അവെയർ ആവണമെങ്കിൽ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലെ. സോ ഇവിടെ പറയുന്നത്, ഈ റിപ്പോർട്ട് തന്നെ പറയുന്നത്, യു ഷുഡ് ഗോ ഫോർ മോഡറേറ്റ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. മോഡറേറ്റ് യൂസ് എന്തായാലും വേണം. ബിക്കോസ് ദാറ്റ് വിൽ ബി അസിസ്റ്റിംഗ് ഇൻ ഹാവിങ് സംതിങ് കോൾ അവയർനെസ്. നിങ്ങളുടെ അവയർനെസ് കൂട്ടാനായിട്ട് അത് വേണം. പക്ഷേ ആ യൂസ് എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ആയിരിക്കണം. ഏകദേശം ഒരു 1 hour താഴെ പെർ ഡേ, ഒരു 1 hour താഴെ നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമല്ല, പ്രശ്നം ഒന്നും തന്നെ വരില്ല എന്ന് മാത്രമല്ല, ദാറ്റ് വിൽ മേക്ക് യു ബെറ്റർ. ഓക്കെ, ബിക്കോസ് യു വിൽ ബി വെൽ അവെയർ ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട് യു. പക്ഷേ whenever you look at reality, you will be able to find something ഷോക്കിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് വി ഓൾ ആർ പാർട്ട് ഓഫ് ദാറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഗ്ലോബൽ ആവറേജ് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പെർ ഡേ ആൾക്കാർ ഏകദേശം ഒരു 2.5 hours സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വിച്ച് വിൽ മേക്ക് us ടു ക്രോസ് ദ ഹാംഫുൾ സോൺ. സോ നമ്മുടെ ഹാംഫുൾ സോൺ ആക്ച്വലി ഹാംഫുൾ സോണിലോട്ട് നമ്മളെ തള്ളി വിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. കാരണം അണ്ടർ 1 hour a day ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ ലിമിറ്റ്. പക്ഷെ അത് നമ്മൾ ക്രോസ് ചെയ്യുന്നു, വിച്ച് വിൽ ബി ക്രിയേറ്റിംഗ് സം ഹാം ടു എസ്പെഷ്യലി അവർ യൂത്ത് കാറ്റഗറി, റൈറ്റ്? ഇനി ഇന്ത്യയുടെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ത്യയുടെ റാങ്ക് എന്താണ്? ഇപ്പോൾ 116 ആണ്. ഇപ്പോഴത്തെ 2026 റിപ്പോർട്ടിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 140+ നേഷൻസ് എടുത്തു. സ്പെസിഫിക്കലി 147 രാജ്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ 2026 ഈ പെർട്ടിക്കുലർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി 2026 കേസ് ഇന്ത്യയുടെ സ്പെസിഫിക് സെനാരിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കമ്പയർഡ് ടു നമ്മുടെ 2025 കേസ് വി കുഡ് ഹാവ് സം മാർജിനൽ ഇംപ്രൂവ്മെന്റ്. കാരണം 2025 നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 118 ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ വി വെർ ഏബിൾ ടു ക്ലൈംബ് അപ് ടു 160th പൊസിഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ടോപ്പിക്. സോ ഹോപ്പ് യു കുഡ് അണ്ടർസ്റ്റാൻഡ് ദ എൻറ്റയർ സെനാരിയോ. എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് എന്നും ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണെന്നും ഓൾ ടുഗെദർ ഈ ഒരു റിപ്പോർട്ട് സോഷ്യൽ മീഡിയയുടെ യൂസിനെ പറ്റി എന്താണ് പറയുന്നതെന്നും ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
സോ നൗ യു ക്യാൻ ഡൗൺലോഡ് ദ ലേൺ അക്കാഡമി ആപ്പ്. അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. യു ക്യാൻ ഗെറ്റ് previous year question papers and answers, free study materials, live and recorded classes, and free MCQ based weekly tests. അതേപോലെ you can also join our free Telegram community. അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. That's all for today. You can like, share, subscribe to our channel for more such content. Thank you.